ഹായ് നമസ്കാരം. മാതാപിതാക്കൾ വീട്ടിലില്ല. മുത്തച്ഛൻ പുറത്തിറങ്ങി അരമണിക്കൂറിനുള്ളിൽ മരണം. പുറത്തുനിന്നും ആരും വന്നതായി പ്രഥമ ദൃഷ്ട്യാ തെളിവിലില്ല. കാലുകൾ രണ്ടും നിലത്തുമുട്ടിയ നിലയിൽ. തിരുവനന്തപുരത്ത് വെള്ളറയിൽ 13-കാരന്റെ മരണത്തിൽ ദുരൂഹത നീങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് വെള്ളറടയിൽ 13-കാരന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. വെള്ളറട അമ്പലം സ്വദേശികളായ അരുള നന്ദകുമാർ ഷൈനി ദമ്പതിമാരുടെ ഏകമകൻ അബി എന്ന അഖിലേഷ് കുമാറാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നതായി പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് പോലീസ് പറയുന്നു. കുട്ടിയുടെ മുത്തച്ഛൻ പുറത്തിറങ്ങി അരമണിക്കൂറിനുള്ളിലാണ് മരണം സംഭവിച്ചതെന്നും പോലീസ് പറഞ്ഞു. താൻ മീൻ മേടിക്കുന്നതിനായി മാർക്കറ്റിൽ പോയിരുന്നുവെന്നാണ് മുത്തച്ഛൻ പറയുന്നത്. റൂമിൽ ആരും കയറിയ ലക്ഷണമില്ല. കാലുകൾ രണ്ടും നിലത്തുമുട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. ഷാൾ ലൂസായത് ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വീടിന്റെ 2ാമത്തെ നിലയിലെ മുറിയിൽ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് അഖിലേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഒരു കൈ തുണി കൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവ സമയം മാതാപിതാക്കൾ PDA മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സ്കൂളിലായിരുന്നു. അഖിലേഷിനെ കാണാതായിരുന്നതിനെ തുടർന്ന് മുത്തച്ഛൻ തിരച്ചിൽ നടത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരിച്ച അഖിലേഷ് കുമാർ വാഴിച്ചാൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം കൊല്ലം ചിതറയിൽ 14-കാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കാക്കുന്ന് സ്വദേശി പൂജ പ്രസാദാണ് മരിച്ചത്. പഠിക്കാനായി മുറിയിൽ കയറിയ പെൺകുട്ടിയെ വിളിച്ചിട്ടും പ്രതികരിക്കാത്തതിനെ തുടർന്ന് വാതിൽ തകർത്ത് നോക്കിയപ്പോഴാണ് ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം.